പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 7 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് ഭക്ഷിക്കാം, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവിനെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അഗ്നിയുടെ പ്രവാചകൻ, ശക്തനായ ദൗത്യവാഹകൻ, രാജകൊട്ടാരത്തിനകത്ത് ചെന്ന് ആഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ നിന്റെ രാജ്യത്ത് ഇനിയും മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമായി വിളിച്ചു പറയുവാൻ ആർജവം കാണിച്ച ധൈര്യശാലിയായ പ്രവാചകൻ. എന്നാൽ 19-ാം അധ്യായത്തിൽ നാം എത്തുമ്പോൾ ആഹാബ് രാജാവിന്റെ പത്നിയും രാജ്ഞിയുമായ ഈസബേൽ രാജ്ഞി എന്ന ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അടിപതറി, മരണമാഗ്രഹിച്ചു, ഓടിപ്പോയി. അതിന്റെ കാര്യകാരണങ്ങൾ 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കർമ്മേലിൽ നടന്ന യാഗം ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കൊന്നൊടുക്കി. ഇത് ആഹാബ് ഭാര്യയായ ഇസബേലിനോട് പറഞ്ഞപ്പോൾ ഇസബേൽ ഒരു പ്രഖ്യാപനം നടത്തി: നാളെ ഈ സമയത്തിന് മുൻപായി ഏലിയാവ് ഈ മരിച്ച പ്രവാചകന്മാരിൽ ഒരുവനെ പോലെയാകും എന്ന് അവൾ വിശ്വസിക്കുന്ന അവളുടെ ദേവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏലിയാവിന്റെ തലയ്ക്ക്, ജീവന് 24 മണിക്കൂറാണ് ഇസബേൽ വിലയിട്ടത്. ഇത് കേട്ടപ്പോൾ ശക്തനായ പ്രവാചകനായ ഏലിയാവിന്റെ ധൈര്യം ചോർന്നുപോയി. എന്താ ചെയ്തത്? അവിടുന്ന് ഓടുകയാണ്. ബേർശേബയിൽ ചെന്നു, ഗേഹസിയെ അവിടെ പാർപ്പിച്ചു, പിന്നെയും മുമ്പോട്ട് ഓടി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു: മതി യഹോവേ, മതി, ഇനി നീ എന്റെ ജീവനെ അങ്ങ് എടുക്കണം. അങ്ങനെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുകയാണ്. ദൂതൻ വന്ന് 1-ാമത് തട്ടി വിളിച്ചു, എഴുന്നേൽപ്പിച്ചു. ഉണർന്നപ്പോൾ ക്ഷീണിച്ചവശനായ ഏലിയാവ് കണ്ടത് കനൽമേൽ ചുട്ട അടയും വെള്ളവും. കഴിച്ചു, കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. 7-ാം വാക്യമായി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ 2-ാമതും ദൂതൻ ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്: എഴുന്നേൽക്കുക, ഭക്ഷിക്ക്, ഇനി നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവേ, നീ പറഞ്ഞു ഈ ചൂരച്ചെടിയുടെ തണലിൽ ഇവിടെ വെച്ച് എന്റെ അന്ത്യമാകണം. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിന്റെ ആയുസ് ദൈവം ദീർഘമാക്കിയിരിക്കുന്നു. എന്നാൽ രാജ്ഞി പറയുന്നു 24 മണിക്കൂറേ ഉള്ളൂ.
എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. വലിയ ധൈര്യശാലികളാണ്. വീട്ടില്, സഭയില്, സമൂഹത്തില്, രാഷ്ട്രീയ പാർട്ടികളില്, നമ്മൾ നിൽക്കുന്ന സംഘടനകളിലൊക്കെ വലിയ ധൈര്യശാലികളാണ്. പക്ഷേ അവനവനെ തൊടുന്ന ഒരു കാര്യം വരുമ്പോൾ, ഭർത്താവിനെ, ഭാര്യയെ, പേരൻസിനെ, മക്കളെയൊക്കെ തൊടുന്ന വേദനിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഏലിയാവിനെ കാട്ടിലും കഷ്ടത്തിലാണ്. ധൈര്യം ചോർന്നു പോകും. ദൈവത്തോട് പറയുക, ദൈവമേ, ഇനി എന്നെ അങ്ങ് കൊന്നേര്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. സ്വർഗത്തിലെ ദൈവം പറയുക, ഏലിയാവേ, നിന്നെ ഞാൻ ആഹാബിന്റെ അടുക്കൽ വിട്ടതും നിന്നെ ഞാൻ കെരീത് തോട്ടിൽ പോറ്റിയതും സാരെഭാത്തിലെ വിധവയുടെ അടുത്ത് വിട്ട് പരിപാലിച്ചതും ഈ കർമ്മേലിൽ 850 പേർക്കെതിരെ നടന്ന വലിയ യാഗത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതും ഇസബേലിന് നിന്നെ കൊല്ലാനല്ല. നീ വിചാരിക്കുമ്പോൾ എനിക്ക് നിന്നെ കൊല്ലാനുമല്ല, നിനക്കിനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, എന്റെ പ്രത്യേകിച്ച് യുവജന സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ തോൽവി വന്നെന്നിരിക്കാം, പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല എന്നിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയില്ല എന്നിരിക്കാം, നിങ്ങളെക്കുറിച്ച് അനാവശ്യം ചിലർ പറഞ്ഞെന്നിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെക്കാട്ടിൽ മികച്ച വിജയം നേടി ഉന്നത ശ്രേണിയിൽ എത്തിയെന്നിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. മടുക്കരുത്, നിരാശപ്പെടരുത്, പിന്മാറരുത്. ദൈവത്തിന്റെ ആലോചന ശ്രവിക്കണം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പേരൻസോ, നിങ്ങളുടെ മക്കളോ, യുവജന സുഹൃത്തുക്കളോ വിദ്യാഭ്യാസ സംബന്ധമായി, വിദേശ യാത്ര സംബന്ധമായി നിരാശയിലുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു അനുകൂല കാര്യം നടക്കാതെ പോയതിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയാണോ? അല്ല, ഭവനത്തിനകത്തിൽ അപ്പനോടും അമ്മയോടും മിണ്ടാതിരിക്കുകയാണോ? ഒരു സഹകരണവുമില്ലാതെ നിരാശയോടെ ഒറ്റപ്പെട്ട് കഴിയുകയാണോ? പ്രിയ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിനക്കിനി ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. ഒരു ഇസബേൽ വിചാരിച്ചാൽ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, എന്തെങ്കിലും ചെയ്തു, നമ്മൾ വിചാരിച്ച ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ചില കാര്യങ്ങൾ നടന്നില്ല, അതുകൊണ്ട് നമ്മുടെ ഭാവിയോ നമ്മുടെ ജീവിതമോ തീരുന്നില്ല. പ്രിയമുള്ളവരെ, 24 മണിക്കൂർ ഏലിയാവിന് വില പറഞ്ഞെങ്കിൽ നാം വായിക്കുന്നുണ്ട്, ആ ഭക്ഷണം കൊണ്ട് 40 രാവും 40 പകലും ഏലിയാവ് നടന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എത്തി എന്ന് പറഞ്ഞാൽ 41 ദിവസമായി. പറയുകയാണ്, ഏലിയാവെ, ഇവിടെ കൊണ്ട് തീരുകയില്ല. നിനക്കിനി 3 ഉത്തരവാദിത്തങ്ങളുണ്ട്. 2 രാജാക്കന്മാരെ വാഴിക്കാനുണ്ട്. നിനക്ക് പകരക്കാരനായി ഒരു പ്രവാചകനായ ഏലിശയെ വാഴിക്കാനുണ്ട്. ഈ ശുശ്രൂഷ നിന്നിൽ കൂടെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇസബേല് നിന്നെ കൊല്ലുകയോ നീ മരിക്കാൻ ആഗ്രഹിക്കുകയോ നീ തിരഞ്ഞെടുത്ത ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുവാനും മരിക്കുവാനും അല്ല എന്റെ തീരുമാനം. എന്റെ തീരുമാനം നീ ആരോഗ്യത്തോടെ ദീർഘദൂരം യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വന്ന് ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ് നിന്നെക്കുറിച്ചുള്ള ദൗത്യം പൂർത്തീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മെ തടഞ്ഞു വെക്കുവാൻ, പിടിച്ചു കെട്ടുവാൻ, നമ്മുടെ മക്കളുടെ ഭാവിയെ
നമ്മുടെ നന്മയെ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തെ പിടിച്ചു കെട്ടുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല, ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. നിങ്ങളെ നോക്കി ആരെങ്കിലും ശാപവാക്ക് പറഞ്ഞോ? നിങ്ങളെ നോക്കി കണ്ണിറുക്കിയോ? നിങ്ങളെ നോക്കി ചിലർ തുപ്പിയോ? അപവാദ വാക്കുകൾ പറഞ്ഞോ? ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആശ്രയിക്ക്. നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ വിദേശ രാജ്യത്ത് എവിടെങ്കിലും ആയിരിക്കാം, അല്ല നിങ്ങളെ വിട്ട് വിദൂരങ്ങളിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആയിരിക്കാം. അവർ ഇന്ന് വിസയുടെ പ്രശ്നത്തിൽ ചില വിഷയത്തിലാണ്, പഠനകാര്യത്തിൽ ചില ഭാരത്തിലാണ്, അവരുടെ എക്സ്റ്റൻഷൻ സംബന്ധമായി ചില പ്രതികൂലങ്ങളുണ്ട്, സ്റ്റേ ബാക്ക് വിസ സംബന്ധമായി ചില പ്രതിസന്ധികളുണ്ട്, നിരാശയിലാണ്. ഒരുപക്ഷെ നിങ്ങളോട് മക്കൾ തുറന്ന് സംസാരിക്കുന്നില്ല, വിളിക്കുന്നു പോലുമില്ലായിരിക്കാം. പക്ഷേ എപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടാലും പറയണം, കുഞ്ഞെ, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. നീ വിചാരിക്കുന്നിടത്തോ നിന്നെക്കുറിച്ച് ശാപവാക്കുകൾ പറയുന്നതോ നിന്നെ പിടിച്ചു കെട്ടുമെന്ന് പറയുന്നവരോ പറയുന്നിടത്തല്ല ദൈവം നിന്നെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം ആരെല്ലാം എതിർത്താലും, ഏത് രാജാവും രാജ്ഞി നിന്നാലും നിന്നെ ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിനം ഈ വലിയ പ്രത്യാശയുടെ, ധൈര്യത്തിന്റെ, വിജയഗാഥയുടെ വചനം നമ്മുടെ മക്കൾക്ക് ഓതിക്കൊടുക്കാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഓതിക്കൊടുക്കാം. ഇത് നമ്മിലേക്ക് ഒരു സ്വർഗീയ ശക്തി പകരട്ടെ. നിരാശനായ, മരണം കൊതിച്ച ഏലിയാവ് ഈ ശക്തിയോടെ ഹോരേബോളം നടന്നു. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെയും ജയോത്സവമായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നമ്മുടെ അമ്മയപ്പന്മാരുടെ പ്രാർത്ഥന വെറുതെ പോവുകയില്ല സഹോദരങ്ങളെ. അതുപോലെ നമ്മളും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറയും എങ്ങും മുട്ടുമടക്കേണ്ടി വരികയില്ല. ഒരു സഭയിലും ഒരു ആഹാബും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു രോമത്തെ പോലും തൊടുവാൻ തമ്പുരാൻ സമ്മതിക്കാതെ അവരെ എത്തേണ്ട സ്ഥാനത്ത്, എത്തേണ്ട സമയത്ത് തമ്പുരാൻ കൊണ്ട് എത്തിക്കും. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്ന് പകൽ ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ധാരാളമായി ചൊരിയട്ടെ. അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ സൃഷ്ടിതാവിനും ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ ധൈര്യത്തോടെ ശക്തനായ അജേയനായ സുവിശേഷവേല ചെയ്ത ദൈവവേലയിൽ മുന്നിട്ടിറങ്ങിയ ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ ഭയപ്പെട്ട് ഭീരുവായി ഓടിപ്പോയി മരിക്കുവാൻ ആഗ്രഹിച്ചെടുത്ത് ദൈവം ദൂതനെ വിട്ട് തട്ടി എഴുന്നേൽപ്പിച്ച് അവരെക്കുറിച്ചുള്ള പദ്ധതി അറിയിച്ചത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ പലപ്പോഴും പലരുടെയും വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരാ, നിരാശപ്പെട്ടു പോകുന്നവരാ. ഞങ്ങളുടെ മുമ്പിലെ സകല വഴിയും അടഞ്ഞുപോയി എന്ന് സ്വയം ശാപവാക്കുകൾ പറഞ്ഞ് വിധിയെഴുതി പിന്മാറ്റത്തിൽ പോകുന്നവരാ. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ആത്മ കണ്ണുകളെ തുറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു അസൂയാലുക്കൾക്കും, ഒരു വാക്കുകൾക്കും അവരെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നും തമ്പുരാന്റെ കരം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാവുമെന്നും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വചനത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. സ്വർഗീയ കൃപ, കരുതൽ ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേലും ഉണ്ടായിരിക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഏലിയാവിന്റെ ദൈവം നൂറ്റാണ്ടുകൾക്ക് പുറകിൽ അത്യത്ഭുതം ചെയ്തുവെങ്കിൽ 2025 മെയ് 13 ചൊവ്വാഴ്ച എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ സകലവിധ അനുഗ്രഹങ്ങളും ദൈവകൃപകളും നമ്മുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.